മാധ്യമങ്ങളിലൂടെയാണ് മരണവാർത്ത അറിഞ്ഞതെന്ന് അരൂർ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ പിതാവ്. കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നു രാജേഷ്. വീടിന്റെ ലോൺ ഉൾപ്പെടെ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മുട്ടയെടുത്ത് തിരികെ വരുമ്പോഴാണ് അപകടമെന്നും പിതാവ് രാജപ്പൻ മീഡിയ വണ്ണോട് പറഞ്ഞു. ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ തെക്കയിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ അവർ TV വെച്ച് രാവിലെ വെച്ചിരുന്ന ഈ രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ മെട്രോയുടെ ഇത് വീണ് അപകടത്തിൽപ്പെട്ടു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ വണ്ടി കണ്ട് വണ്ടി പിക്കപ്പ് പോകാൻ, അത് നമുക്കറിയാം, പിക്കപ്പ് പോകാനല്ല മുട്ടയെടുക്കാൻ പോകുന്നത്. പിക്കപ്പ് പോകാനേൽ രാജേഷ് എന്ന് പറഞ്ഞ പയ്യന് ഓടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ തന്നെയെന്ന് ഞാൻ സ്വയം അങ്ങ് ചിന്തിച്ചു. അപ്പോൾ ഇതിൽ ഈ ഫോൺ എടുക്കാതെ വന്നപ്പോഴും എനിക്കറിയാം ഇപ്പോൾ ഇത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊക്കത്തില്ല. അങ്ങനെ ആയിരിക്കും ഇത് സംഭവിച്ചതെന്ന് ഞാനത് ചിന്തിച്ചു. അത്താണികൾ ഞങ്ങൾ അവർ പോയി ഈ വീടും ഞങ്ങളും എല്ലാം അന്ധകാരത്തിലായി. 8 ലക്ഷം രൂപ വണ്ടിയുടെയും വീടിൻ്റെ എല്ലാം കൂടെ ലോണുണ്ട്. പിന്നെ മൂത്ത മോന് MSM കോളേജിൽ പഠിക്കുക, ഡിഗ്രിക്ക്. ഇളയാളിനാണെങ്കിൽ ജനനം മുതലേ ഷുഗറിൻ്റെ അസുഖമുണ്ട്. അതിന് ആഴ്ചയിൽ മാസത്തിലൊക്കെ 10, 700, 800 രൂപ പന്തളത്ത് ഒരു മരുന്ന് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ഡോക്ടറെ അടുത്ത്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെയും കാര്യം അങ്ങനെ. മുഹ്സന സു ചേരുന്നുണ്ട്. മുഹ്സന, വലിയ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കുടുംബമാണ്. എങ്ങനെ സഹായിക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് അരൂർ തുറവൂർ ദേശീയപാതയിൽ എരമല്ലൂരിൽ നടന്നത്. ഈ അപകടം പുലർച്ചെയാണ് നടന്നത്. ഇതിനുശേഷം മണിക്കൂറുകൾ നീണ്ട ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന കുടുംബം ഒരു നിലപാടെടുത്തതുകൂടിയാണ് അത്തരത്തിലൊരു അനിശ്ചിതത്വം ഉണ്ടായത്. എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ തന്നെ പൂർത്തിയായിരുന്നത്. പിന്നീട് കുടുംബത്തിന്റെ പ്രധാനമായ ഒരു ആരോപണം, ഈ ആരും തന്നെ, ഈ സർക്കാർ പ്രതിനിധികളോ അതുപോലെ തന്നെ കമ്പനി പ്രതിനിധികളോ ആരും തന്നെ മണിക്കൂറുകൾ പിന്നിട്ടും തങ്ങളെ ഒന്ന് അന്വേഷിക്കുകയോ ആശ്വാസവാക്കുകൾ പോലും പറയുകയോ നഷ്ടപരിഹാരം സംബന്ധിച്ച ഒരു കാര്യത്തിലും തീരുമാനമാക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്തതിലായിരുന്നു അത്രയും മണിക്കൂറുകൾ നേരത്തെ ഒരു പ്രതിഷേധ സൂചകമായ മൃതദേഹം അവർ ഏറ്റുവാങ്ങാതിരുന്നത്. പിന്നീട് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനി പ്രതിനിധികൾ അവിടെ എത്തുകയും ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അതുപോലെ തന്നെ തഹസിൽദാറും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപ നൽകാമെന്നാണ് കമ്പനി പ്രതിനിധികൾ പറഞ്ഞത്. അത് കുടുംബം അംഗീകരിച്ചില്ല. പിന്നീട് അത് 6 ലക്ഷം എന്നാക്കി, 10 ലക്ഷം എന്നാക്കി. അതും അംഗീകരിച്ചില്ല. അതിനുശേഷം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ 25 ലക്ഷം രൂപ നാളെ തന്നെ കുടുംബത്തിന് കൈമാറാം, ചെക്ക് കൈമാറാമെന്ന് കമ്പനി പ്രതിനിധി അറിയിച്ചു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള 4 ലക്ഷം രൂപ, ഒപ്പം 40,000 രൂപ സംസ്കാര ചടങ്ങിലേക്ക് ഇന്ന് തന്നെ കൈമാറുമെന്നുള്ള കാര്യവും അറിയിച്ചു. ഒപ്പം മകന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മകനുണ്ട്, ആ മകന് ഒരു സർക്കാർ ജോലി എന്നുള്ളത് ഉറപ്പാക്കുമെന്നുള്ളത്, അതിനുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ മറ്റ് പേപ്പർ വർക്കുകളൊക്കെ തന്നെ ഉടൻ തന്നെ നീക്കുമെന്ന കാര്യം തഹസിൽദാർ ഉറപ്പ് നൽകിയതോടു കൂടിയാണ് മണിക്കൂറുകൾക്ക് ശേഷം ജനറൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങിയത്. ഇതാണെങ്കിലും മൃതദേഹവുമായുള്ള ആംബുലൻസ് ഹരിപ്പാട് അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായും അരൂർ തുറവൂർ ദേശീയപാത, ഈ ആകാശപാത നിർമ്മാണം നടക്കുന്ന ഈ സമയം ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് സർവീസ് റോഡ് ഇല്ലാതെ പണി തുടങ്ങി. മാത്രമല്ല, നിലവിലെ റോഡിന്റെ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല. ഈ ഭാരവാഹനങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ക്രെയിനും അതുപോലെ തന്നെ വലിയ ഗർഡർ പൊക്കാനുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങളൊക്കെ തന്നെ പോയതുകൊണ്ട് ആ റോഡ് മൊത്തത്തിൽ അറ്റകുറ്റപ്പണിക്ക് ഉള്ളൊരു സാഹചര്യം എത്തിയത്. കുണ്ടും കുഴിയും ഒക്കെയാണ്. മഴക്കാലത്തൊക്കെ തന്നെ വലിയ രീതിയിൽ അപകടമുണ്ടായ മേഖല കൂടിയാണ്. കുറഞ്ഞതൊരു 20 പേരെങ്കിലും അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിരിക്കെ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട് ഈ അപകടങ്ങൾ കുറയ്ക്കാനോ ഇത്തരത്തിൽ മറ്റ് പണികൾ ദ്രുതഗതിയിലാക്കാനോ ഒന്നും തന്നെ ഒരു നടപടിയും ഇല്ലാത്തതിന് നിരവധി തവണ അവിടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. അതിനിടെയാണ് ഇന്ന് വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഇതാണെങ്കിലും ഇപ്പോൾ മൃതദേഹം ഹരിപ്പാട് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ
അരൂർ ഈ അപകടമുണ്ടായ മേഖലയിൽ രാവിലെ മുതൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടന്നിരുന്നു. ബന്ധുക്കളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ നിലപാടിൽ ഉറപ്പിച്ചു നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി. എന്താണെങ്കിലും ഈ വിഷയത്തിൽ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതുപോലെ തന്നെ ആ റോഡിൽ നടന്ന പ്രതിഷേധവും കാരണം മറ്റ് കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിലവിലും അവിടെ പല സമയങ്ങളിലായി ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ചേർത്തല അതുപോലെ തന്നെ മറ്റ് അരൂർ ചേർത്തല റൂട്ടിലുള്ള മറ്റ് ഇടവഴികളിലൂടെയൊക്കെ തന്നെ ഗതാഗതം വഴിതിരിച്ചുവിട്ട് മറ്റേ ക്രമീകരണം നടത്തുന്നുമുണ്ട്. ഇനി ഇത്തരത്തിലൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ അധികൃതർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം. അല്ലാത്ത പക്ഷം ആ പ്രദേശത്തുള്ള ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുമെന്ന് നമുക്ക് രാവിലെ മുതലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്താണെങ്കിലും രാജേഷിന്റെ മൃതദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തും. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല വഴികളിലായിട്ടുള്ള ഈ ട്രാഫിക് ബ്ലോക്കുകൾ ഒരുപക്ഷെ മൃതദേഹം വീട്ടിൽ എത്തുന്ന സമയത്തിൽ അല്പം താമസമുണ്ടാകും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ധന്യ. ശരി മൂസന.